LDF സർക്കാരിന്റെ തുടർഭരണത്തിൽ സർക്കാർ കൈവരിച്ചത് സമാനതകളില്ലാത്ത നേട്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തുടർഭരണം 9ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിന് ചെയ്തു തീർക്കാൻ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ഏറെയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ കേരളം മുന്നേറിയ പല കാര്യങ്ങൾക്കും കോട്ടം തട്ടിയ അവസ്ഥയായിരുന്നു. ആ അവസ്ഥ മാറ്റിയെടുക്കലായിരുന്നു പുതിയ സർക്കാരിന് മുന്നിലെ പ്രധാന വെല്ലുവിളിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം മുന്നോട്ടുവച്ചു. ആർദ്രം പദ്ധതി നടപ്പാക്കി. ലൈഫ് മിഷൻ മുഖേന 4 ലക്ഷത്തിലധികം വീടുകൾ യാഥാർത്ഥ്യമാക്കി. ആശുപത്രികളിൽ നൂതന സംവിധാനങ്ങൾ കൊണ്ടുവന്നു. ക്ഷേമ പെൻഷനുകൾ 1600 രൂപയാക്കി ഉയർത്തി. കഴിഞ്ഞ 8 വർഷം കൊണ്ട് 83,000 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ കിഫ്ബി മുഖേന ഏറ്റെടുത്തു. 2025 നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറും. ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് 3.25 ലക്ഷത്തിലധികം പട്ടയങ്ങൾ ഇതിനോടകം വിതരണം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഒന്നാകെ പരിഷ്കരിക്കുകയാണ് 2ാം പിണറായി സർക്കാർ. നൈപുണ്യ വികസനവും സംരംഭകത്വ വികസനവുമെല്ലാം ഇന്ന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മുഖമുദ്രയാണ്. വ്യവസായ മേഖലയിൽ മുന്നേറ്റം കൈവരിക്കുന്നതിനായി നിരവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. UDF സർക്കാരിന്റെ കാലത്ത് 2016 കേരളത്തിന്റെ തനതു വരുമാനം 26% മാത്രമായിരുന്നു. എന്നാൽ LDF സർക്കാരിന്റെ കാലത്ത് ഇപ്പോഴത് 73% ഉയർന്നിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയാകെ മുന്നേറ്റത്തിന്റെ പാതയിലേക്ക് നയിച്ചുകൊണ്ട് നവകേരളം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.